നമ്മള് പിന്നെ ഒരു പുതിയ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ നമ്മള് ഒരു വീടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫ്രണ്ടിലോട്ട് കുറച്ച് ഷീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്, മുറ്റം ഫുള്ളായിട്ട്. അപ്പൊ നമ്മളിത് കുറെ വർഷം മുന്നേ ചെയ്ത റൂഫിംഗ് ഉണ്ട്, അതിന്റെ ഒരു അവർ ചെയ്തു വെച്ച മണ്ടത്തരം കാണിച്ചു തരാൻ വേണ്ടി വന്നു. ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കാരണം മണ്ടത്തരം കാണിച്ചു നോക്കാന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ. കാരണം ഏതായാലും പൈസയൊക്കെ മുടക്കി ചെയ്യുന്ന സംഭവങ്ങളല്ലേ. അതെന്താന്ന് നമ്മൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു വീടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ഷീറ്റിന് അവർ ഒട്ടും ചെരുവ്, ഇത്രയും ലെങ്തിന് ആകെക്കാട് ഒരു 2 ഇഞ്ച് അങ്ങനെ ചെരുവ് കൊടുത്തിട്ടുണ്ടോ, തീരെ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പം അത് ആദ്യം അവർ ചെയ്തത് കറക്റ്റ് ഇതുണ്ട്, ഈ ലെവലിലാണ് ചെയ്തത്. ഈ ലെവലിൽ ചെയ്തത് കറക്റ്റ് വാർപ്പിന് നേരെ. ആ വെള്ളം ഫുള്ള് ഉള്ളിലോട്ട് വീഴുന്നോണ്ടതായിരിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അവർ രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്ത ഷീറ്റ് അവർ 4 അടി, അതിനത്ര പോലും ചെരുവ് കൊടുത്തില്ല. അതിൻ്റെ അകത്ത് ഒരു പാത്തിയും വെച്ചില്ല. അതുപോലെ ചപ്പ് വീഴുന്ന സ്ഥലമാണ്. കാരണം മരമെല്ലാം കണ്ടോ, ഫുള്ള് മരങ്ങളുള്ള ഏരിയ ആണ്, മെയിൻ റോഡ് സൈഡിലുള്ള വീടാണ്. അപ്പൊ അതുപോലെ ചപ്പുകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ വീഴുന്ന സ്ഥലത്ത് ഇതുപോലെ. എന്നിട്ട് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം വെള്ളം ഉള്ളിലോട്ടാ പോകുന്നത്. ഇതെല്ലാം കണ്ടോ, വീടിന്ന് ഇങ്ങോട്ട് ഇതിന്റെ ഇടക്കൂടെ ഈ ഗ്യാപ്പിൽ കൂടെ ഫുള്ള് വെള്ളം ഉള്ളിൽ കണ്ടോ, കാണുന്നുണ്ടോ അറിയില്ല, ഫുള്ള് ഉള്ളിലോട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? കാരണം സ്ലോപ്പ് മറ്റ് വർക്കിന്റെ മറ്റു കുറ്റങ്ങളല്ല പറയുന്നത്, കുറച്ച് സ്ലോപ്പൊക്കെ അത്യാവശ്യം ഒരു വെള്ളം പോകാനുള്ള, വീട്ടുകാർ പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു വെള്ളം പോകാനുള്ള ഒരു സ്ലോപ്പ് ഇടണ്ടേ. ഇപ്പൊ ചപ്പൊക്കെ വീണ് ഫുള്ള് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടോ, പട്ടിക ഫുള്ള് ഇത് ഇങ്ങനെ പുറത്ത് വെച്ചത് കൊണ്ട് അതങ്ങ് മുറിച്ചു കളയാനുള്ള മടി കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഷീറ്റിന് ലാസ്റ്റ് ഇട്ട് വരുമ്പോഴേ അതിപ്പം മുറിക്കേണ്ട ആ ഒറ്റ പണിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങ് ഭയങ്കര ഒരു സംഭവം, അത് ഫുള്ള് വെള്ളം വീട് കുളമായി കിടക്കുക. അപ്പം വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വർക്കിനോട് കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണിക്കണം. റേറ്റ് തീരെ കുറഞ്ഞ് വർക്ക് എടുക്കണം എന്ന് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. റേറ്റ് ഇല്ലാണ്ട് വർക്ക് എടുക്കണമെന്നോ അങ്ങനെയൊന്നും ആരും നിർബന്ധിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എങ്ങനെ പണിയെടുക്കണം, നമ്മൾ ഏത് റേറ്റിന് പണിയെടുക്കണം. ആരും അതിനെക്കുറിച്ച് പിന്നെ നിർബന്ധിച്ച് നിങ്ങൾ തന്നെ വർക്ക് എടുക്കണം, ഇത്ര പൈസക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ആരോടും പറയുന്നില്ല. വർക്കിനൊക്കെ അത്യാവശ്യം റേറ്റ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കണം. അത് പിന്നെ വീട്ടുകാരോടും ഇതേപോലെ തന്നെ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് റേറ്റ് ചെയ്യും വർക്ക് ചെയ്യിക്കുമ്പോൾ. ഇതൊന്നും പിന്നെ അങ്ങനെ കൊട്ടേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഒരു കുറച്ചു കാലം മുന്നേ ചെയ്ത വർക്കല്ലേ, എങ്ങനെ ഒരു 10 വർഷത്തിൽ മേലെ ആയിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഉള്ള മത്സരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അന്നേരം പിന്നെ ചെയ്ത വർക്കാണ്. അപ്പം പിന്നെ ഇത് മെയിനായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ തുരുമ്പൊക്കെ വരും, വല്ലാണ്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കയറും. പിന്നെ ഒന്നാമത് ചപ്പ് വീഴുന്നു, പിന്നെ അതുപോലെ ലീക്കിന്റെ വിഷയങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യിക്കുമ്പോൾ നമുക്ക് കുറെ വീട്ടുകാർ ശ്രദ്ധിക്കുക. പിന്നെ പണി എടുക്കുന്നവർക്കും കുറച്ചൊക്കെ ആത്മാർത്ഥത വേണം. ചുമ്മാ എങ്ങനെയെങ്കിലും കാട്ടിക്കുട്ടി പോകുക എന്നുള്ളതല്ല ഈ വർക്കിനോട് വേണ്ടി ഒരു എന്താ പറയണ്ടേ. എല്ലാവരും ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പം പിന്നെ നമ്മൾ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ അതുപോലെ ആരും കാട്ടി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്യണം. കാരണം പിന്നെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു എന്നുള്ള നെഗറ്റീവ്, നമ്മുടെ വർക്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ എന്താ പറയുക, സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റാത്ത കേസുകളും അല്ലാത്ത കേസുകളും എല്ലാം ഉണ്ടാവും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെരുവ് ഇല്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവങ്ങളല്ലേ. ഇതിന്റെ ഞാൻ അടിഭാഗം കൂടി കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ പറ ഇത് എങ്ങനെ ചെരുവുണ്ടോ അതോ എനിക്ക് ഞാൻ പറഞ്ഞതാണോ മിസ്റ്റേക്ക് എന്നുള്ളത് ഒന്ന് പറയാവേ. ഞാൻ അടിഭാഗം കൂടി കാണിച്ചു. ഇതാണ് ഇതിന്റെ അടിവശം. അത്യാവശ്യം കൈയൊന്നും നോക്കിയാലും ഉണ്ടല്ലേ, കൈ പൊക്കിയാൽ തലയൊന്നും മുട്ടൂല, അത്യാവശ്യം കൈ പൊക്കിയാൽ എത്തുന്നില്ല, അങ്ങനത്തെ ഒരു ഹൈറ്റാണ്. അത്രയും ഹൈറ്റിൽ ഈ ഭാഗത്ത് ഈ തൂണിനൊരു 2-3 ഇഞ്ചും കൂടി എക്സ്ട്രാ താത്തിയിട്ടിരുന്നെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വരില്ല. കേട്ടില്ലേ, ഇത് രണ്ടാമത് ഷീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് അതിനെക്കാട്ടും വലിയ മണ്ണത്തം കാണിച്ചു വെച്ചിരിക്കുന്നത്. കണ്ട, അതിലെ ഫുള്ള് വെള്ളം റിട്ടാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും റിട്ടാണ് വരുന്നത്. അപ്പൊ ഇതുപോലെയുള്ള മണ്ടൻ പരിപാടികളൊന്നും ചെയ്ത് വെക്കാതിരിക്കും. ഒന്നും അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല, എന്നാലും ഒരു സ്ലോപ്പ്, അതിനൊന്നും സ്ലോപ്പ് ഒട്ടും കാണാനില്ല. അതാണ് ഫുള്ള് വെള്ളം ഇങ്ങോട്ടാ വരും. അപ്പൊ ഇതൊന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, പണിക്കാര് ശ്രദ്ധിക്കുക, അതുപോലെ പണി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയാ, കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതെല്ലാം ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ചെരുവെന്ന് പറഞ്ഞ സംഭവമില്ല. ജസ്റ്റ് എങ്ങനെയോ ഒരു ചെറിയ ചെരുവ് തോന്നിക്കുന്ന രീതിയിൽ ഒരു സംഭവം. ഹൈറ്റ് തീരെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, ഇതുണ്ടല്ലോ നമ്മൾ കൈവക്കിയാൽ എത്തൂല. ഏകദേശം ഒരു
7 അടി ഹൈറ്റ് സൈഡിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും ഇവരിങ്ങനെ കാണിച്ചു വെക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറ. നമ്മൾ നെഗറ്റീവ് പറഞ്ഞൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ ഇത് ആരാ ചെയ്തിരുന്നോ, ഇത് ചെയ്താൽ അങ്ങനെ അറിയില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്താണ്, നമ്മുടെ നാട്ടിലൊന്നുമല്ല, വേറൊരു സ്ഥലത്ത് വർക്കിന് പോയപ്പം കണ്ടതാണ്. അറിയുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തു വെക്കാതിരിക്കും. പണിക്കാരെ ഇതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണി എടുപ്പിക്കുന്നവരും വീട്ടുകാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ വീണ്ടും ഇടുന്നതായിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.